ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഏട്ടതെ കോളറൊക്കെ ഒന്ന് റെഡിയാക്കി സ്ട്രൈറ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ല, വേറെ ഒന്നല്ല, എൻ്റെ അമ്പാടീൻ്റെ മുടി കണ്ടിട്ട് ഓനെക്കാളും ബുദ്ധിമുട്ടായിരുന്നു നാട്ടുകാർക്ക്. എപ്പോഴും ചോദിക്കും, അയ്യോ ഈ കുട്ടിക്ക് എത്ര ഒരു മുടിയാണ്, മുടി വെട്ടിയാലും പറയില്ല അയ്യോ എന്ന്. അപ്പോൾ എന്തായാലും വാവേൻ്റെ തല എന്താ പറയുക, മുടി മുട്ട അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ എത്ര വൈകി വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ പഴഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ കൂടെ തന്നെ പോകണം. അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഏട്ടൻ വരണം എനിക്ക് ഭയങ്കര നിർബന്ധിക്കുന്നു. അപ്പോൾ അതേ ഏട്ടൻ വെക്കേഷനിൽ വന്ന് ഞങ്ങൾ കുറച്ച് അടിച്ചുപൊളിയും ടൂർ കറങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മുട്ട അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്, ലോക്കലിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ അതേ ട്രെയിന് വന്ന് ഞങ്ങളെല്ലാവരും കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ വർത്തമാനം വന്നിരിക്കുക. അമ്പാടീനെ പിന്നെ എനിക്ക് ടെൻഷൻ, ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് സമാധാനമാണ് കേട്ടോ. എല്ലാവരും എടുക്കാണ്ടല്ലോ, പപ്പുണ്ട്, അവൻ്റെ 2 അങ്കിൾമാരുണ്ട്, പിന്നെ അത് അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വാശിയാണ് ആൾക്ക് ഞാൻ തന്നെ എടുക്കണം എന്നുള്ള. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായയും പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സ്നാക്സ് കടലി അതും ഇതൊക്കെ എടുത്തിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിയും ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാവുക, ആൾ നല്ല ഉഷാറായി. കാരണം ഞങ്ങൾ ഫുള്ള് ആ ഭാഗം ഫുള്ള് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു എല്ലാവരും, ഞങ്ങളെ ആൾക്കാരനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിൽ ആൾക്കാർ കിടക്കുന്നുണ്ട്. പിന്നെ താനൂട്ടനൊരു പൂതി മോള് കയറി കിടക്കണം. അങ്ങനെ ഇതേ അവനെ കയറ്റിയിരുത്തി. അപ്പോൾ അമ്പാടിക്കും കയറണം. അപ്പോൾ ഏട്ടനും അനിയനും കൂടെ അവിടെ ഇരുന്ന് കളിക്കുക കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ ഏകദേശം ഒരു വൈകിട്ടാണ് കേട്ടോ അവിടെ ട്രെയിൻ ഇറങ്ങിയത്. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. 8 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ സമയമുണ്ടായിരുന്നു, നല്ല അടിപൊളി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ചോറും സാമ്പാറും ചമ്മന്തിയും എല്ലാ സാധനങ്ങളും, അച്ചാറ്, മുളക് പൊരിച്ചത്, എല്ലാം അടിപൊളി സദ്യയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ അത് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഉടനെ തന്നെ നമുക്ക് അവിടെ കാളവണ്ടിയോ ഓട്ടോറിക്ഷയോ എന്താ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരേ പൈസ തന്നെയാണ്. അപ്പോൾ എന്തായാലും അമ്മമാർക്കൊന്നും എന്തായാലും ഇതിൽ കയറാൻ ബുദ്ധിമുട്ടായിട്ട് അവരൊക്കെ ഓട്ടോയിൽ മുന്നിൽ വിട്ടിട്ട് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ കാളവണ്ടിയിൽ ഇടിച്ച് കയറി കേട്ടോ. നല്ല രസമുണ്ട് കാളവണ്ടിയിൽ യാത്ര. പേടിയുണ്ടോ വെച്ചാൽ പേടിയുണ്ടായിരുന്നു. ഞാൻ ഈ വയസ്സായ ആൾക്ക് ബുദ്ധിമുട്ടാവോ, ഞങ്ങളൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു പേടി തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് അവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാനുള്ള റൂം വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടെ ദേവസ്വത്തിൻ്റെ അവിടെ ഇരുത്തിയതിന് ശേഷം അവിടുത്തെ റൂം എന്തോ ഞങ്ങൾക്ക് സൗകര്യം തോന്നിയില്ല. അപ്പോൾ നീക്കും ഏട്ടനും ഒക്കെ കൂടെ റൂമൊക്കെ അന്വേഷിച്ച് പോയിട്ട് നല്ല റൂം എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റിയൊരു വലിയ ഹോളിനെ പോലത്തെ അങ്ങനത്തെ റൂം എടുത്തു. AC ആയിരുന്നു കേട്ടോ, കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പം ഒരുപാട് ബെഡൊക്കെ ഉള്ള വലിയ റൂമായിരുന്നു കേട്ടോ. നല്ല സൗകര്യം ഉണ്ട്, കുറേ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ റൂമിലെത്തി, എല്ലാവരും കുളിച്ച് ഫ്രഷായി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചായക്കടയിൽ നിർത്തിയിട്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചിത്തമായിട്ടൊന്നും ഉണ്ടാക്കുക. അങ്ങനത്തെ എല്ലാവരും കൂടി നല്ല പൊരികടി, നല്ല വടയും, നല്ല അടിപൊളി ചായ കേട്ടോ. ഇവിടുത്തെ ചായക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് പിന്നെ പഴനിയിലെത്തിയതേ നമുക്ക് നടക്കൊന്നും വേണ്ട, എപ്പോഴായാലും നമുക്ക് ഈ വണ്ടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നും അറിയില്ല, എവിടെയെങ്കിലും വേണം അവിടെയൊക്കെ നമ്മൾ എത്തിക്കും കേട്ടോ. അപ്പോൾ തനുട്ടത് കയറിയിരിക്കാം. അപ്പോൾ ഇതേ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവർക്കും ദർശനം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് ട്രെയിനിലോ റോപ്പിലോ ഒക്കെ കയറാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നിന്നത്. അപ്പം ഞങ്ങൾക്ക് നടന്ന് കയറാനായിരുന്നു ഇഷ്ടം. പിന്നെ എല്ലാവരും ഇത് പ്രകാരം ഞങ്ങൾ ട്രെയിനിൽ കയറി. പക്ഷേ ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടിയിട്ടോ. ഇവിടെ ഇപ്പോൾ മൊബൈലൊന്നും അലൗഡ് അല്ല കേട്ടോ. മൊബൈലും ഒക്കെ അവിടെ എന്താ പറയുക, നമ്മുടെ ഗുരുവായൂരത്തെ പോലെ തന്നെ. പക്ഷെ വലിയ ചെക്കിങ് ഇല്ല, പറ്റിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ തൊഴുത കഴിഞ്ഞ് രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ കുറച്ചിങ്ങനെ തിരിഞ്ഞിങ്ങനെ നടക്കാനിട്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിക്കാൻ വന്നു. അത് കഴിഞ്ഞ് റൂമിൽ പോയി നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടോ. എന്നിട്ട് രാവിലെ ഇതേ കുളിച്ച് ഫ്രഷായി നേരത്തെ എണീക്കണ്ടേ. അപ്പോൾ എല്ലാവരും കൂടി വേണ്ട അറിയാലോ, ഓൾറെഡി ലേറ്റ് ആയിട്ട് റൂമിലെത്തി. കഥയൊക്കെ പറഞ്ഞിങ്ങനെ കുറേ തമാശയൊക്കെ അടിച്ചിങ്ങനെ കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ വേഗം എല്ലാവരും എണീറ്റു. രാവിലെ എൻ്റെ തല മുട്ടടിക്കാൻ പോകുന്നത്, മുടി മുട്ടടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ ധാവണിയാണ് എടുത്തത്. അപ്പോൾ ഏട്ടതേ മുല്ലപ്പൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ മുല്ലപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷേ റൂമിലേക്കല്ല, നമ്മളെന്താ പറയുക, ദേവസ്വത്തിൻ്റെ തന്നെ മുട്ടയടിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അവിടെ പോയാൽ മതിയിട്ട്, അല്ലാതെ പുറത്തുനിന്നൊന്നും തല മുട്ടയടിക്കണ്ടേ. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് എന്തോ ടോക്ക് എടുക്കണം, ചെറിയ എന്തോ പൈസയുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പാടി നല്ല ഉറക്ക പുലർച്ചയല്ലേ. ഞങ്ങൾ എണീറ്റ് കരയവനെ കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ കൊണ്ടുവന്നത്. എന്നിട്ട് ഇതേ അവർ പുതിയ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ ചെക്ക് ചെയ്തിട്ടോ. അതിൻ്റെ ആവശ്യമില്ല, അവർ അതിനെ ഇടുന്നത്. നമ്മളെന്നാലും കുറച്ചൊരു കോൺഷ്യസ് ആയി നിന്നു കേട്ടോ. എന്നിട്ട് ഇതേ തല മുട്ടടിക്കുക. ഞാൻ ഇപ്പം കരയോ, കുറേ മുടികളല്ലേ, അലമ്പാക്കി കഴിഞ്ഞ് സ്ക്രാച്ച് ആവും, അങ്ങനെയൊക്കെ പേടിനെ. പക്ഷെ എല്ലാവരും പറഞ്ഞു പാവട്ടോ, അമ്മയൊക്കെ നോക്കി സൈലൻ്റായി കൊടുക്കുന്നു. ഒരു വാശിയോ കരച്ചിലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ.
ചില മക്കളൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ചീറി പൊളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവൻ കരയുമെന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, ആൾ നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് കേട്ടോ. പക്ഷെ മുടി പോകുമ്പോൾ സങ്കടം തോന്നട്ടോ, നല്ല മുടിയായിരുന്നു കേട്ടോ അത്. പിന്നെ ഇതേ ഞങ്ങളെല്ലാവരും കൂടെ അവൻ്റെ അവിടെ അവൻ്റെ മുടി പോകുന്ന കണ്ടിട്ടുള്ള സങ്കടമുണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തല മുട്ടയടിച്ചിട്ട് ഏകദേശം അത് എത്രയായിട്ടുണ്ട്. ഡിഗിക്ക് ഭയങ്കര സങ്കടം കേട്ടോ, അവൻ്റെ മുടി മുട്ടയടിച്ചപ്പോൾ. അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഏട്ടനെ പറ്റിയിരിക്കുകയാണ്. എല്ലാവരും അവൻ്റെ മുട്ടയടിക്കുന്നൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളഭം ചേർത്താനുണ്ട് കേട്ടോ. അത് ഫുള്ള് അബദ്ധമായിരുന്നേ. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല ചന്ദനം അരച്ച് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ചാരിച്ച് നമ്മൾ തന്നെ തേച്ചാൽ മതി. അവിടെ പുറത്ത് കാവലായിട്ട് ആൾക്കാർ നിൽക്കണ അപ്പം തന്നെ നമ്മളെ വലിച്ച് വരി എന്ന് കൊണ്ടുപോയി. എന്നിട്ട് ഇതാ ഒരു ചന്ദനം തേച്ച് അതിൻ്റെ ഇടയിൽ ഇത് മുരുകനുള്ള ആദ്യമായിട്ടുള്ള ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പിടിപ്പിക്കും. നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, വോയിസ് ഇല്ലാത്തവർ. എന്നിട്ട് എന്തൊക്കെയോ വഴിപാട് എഴുതിയിട്ട് അതിനൊരു 1500 റുപ്യേൻ്റെ ബില്ലും തരും കേട്ടോ. ഒരു പനിനീറും ഒരു 2 പഴം ഒരു തേങ്ങയൊക്കെ വെച്ചിട്ട് ഒരു കിറ്റ് എന്നെങ്ങാണ്ട് 500 രൂപ എന്നുള്ളൊരു ബില്ല് എഴുതും. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ല, അങ്ങനെ ചെയ്യണം, അങ്ങനെ പിശുക്ക് കാണിക്കുന്നത് തന്നെ. ഈ ഗ്യാപ്പിൽ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും കാണാൻ തോന്നപ്പോൾ അച്ഛൻ അവിടെ കയറിയിട്ട് മുട്ട അടിക്കാൻ പോവുകയാണ്. അവിടെ എന്തോ ദക്ഷിണ 100 50 കൊടുത്ത അയാളെ പറ്റിക്കാൻ നോക്കിയാൽ അവരുള്ള ആൾക്കാർ അച്ഛനെ വിറ്റ കാശുണ്ട് എന്നറിയാണ് അവർ കാശ് പിടിച്ച് വാങ്ങുന്നതാണ്. അവിടെ അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അവർ 100 തന്നെ പിടിച്ച് വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടോ. ഇവർ ട്രെയിനിൽ തന്നെ പോകാമെന്നുള്ളൊരിത്. കാരണം ഞങ്ങൾക്ക് രാവിലെ ട്രെയിന് തിരിച്ച് 9:30 ഉണ്ട്. ആദ്യം വൈകിട്ട് പോകാമെന്ന് കരുതിയത്, പക്ഷെ 6 മണിക്കൊക്കെയാണ് ട്രെയിന്, പിന്നെ രാത്രിയൊക്കെയാവും വീട്ടിലെത്താൻ. അപ്പോൾ വീണ്ടും ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. തല മുട്ടടിച്ചിട്ട് നോക്കി അമ്പാടി, അവന് വിഷമമൊന്നുമില്ല, അവൻ ചിരിക്കുക. ഞങ്ങൾ തല മുടിയൊന്നും തൊട്ട് നോക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണാടിയും കൂടി വെച്ചു കൊടുത്തപ്പോൾ അടിപൊളി കേട്ടോ, അവൻ ചിരിക്കുക. പിന്നെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ സമയം എല്ലാവരും കൂടി ചടപടെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യില്ല. നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റി അതിൻ്റെ കംഫർട്ടബിളായ ഡ്രസ്സ് ഇടണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നേരെ ബസ്സാണ് പിടിച്ചത് കേട്ടോ. ബസ് പിടിച്ചു, ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി, ഓട്ടോ വിളിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കറങ്ങി കേട്ടോ. എന്നിട്ടും എന്താ ഞങ്ങൾ വിചാരിച്ച ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ രാത്രി ആയിട്ടുണ്ട്, നാട്ടിലെത്തുമ്പോൾ ഏകദേശം 10 ഉണ്ട്. അപ്പോൾ അമ്മമാരിപ്പോഴും മസാല ദോശയൊക്കെയാണ് അടിക്കുന്നത്. ഞങ്ങളെല്ലാവരും നോലുമ്പൊക്കെ മുറുക്കിയാണ് കേട്ടോ. നല്ല പുട്ടും ചിക്കനും മീൻ പൊരിച്ചതും കോഴി പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ ഓൾറെഡി നമ്മളതിൽ 2 ദിവസത്തെ ലഗേജൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ സ്റ്റേ ചെയ്യുന്നില്ല, അമ്മ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ അച്ഛനും അമ്മേനെയൊക്കെ വീട്ടിലിറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഫറൂഖിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ എന്തായാലും പഴനി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റി, ഭയങ്കര തിരക്കായിരുന്നു. ഇതിന് മുന്നേ പോയപ്പോൾ ഇത്ര തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ലക്കി ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി വേഗം വീട് എത്തിയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.